الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمدا رسول الله عبده ورسوله أرسله بالهدى ودين الحق على فترة من الرسل وانقطاع من الهدى فأدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين اللهم صل على هذا النبي الأمي سيد الكونين والثقلين محمد صلى الله عليه وسلم اللهم بلغه منا تحية وسلامة الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله وصل اللهم عليه وعلى آله وأصحابه وأزواجه وأتباعه ومن والاه أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزل بما كانوا يعملون وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ഏറ്റവും ബഹുമാന്യരായ മണീർ ഉസ്താദ് അവറുകളെ,
പ്രദേശത്തെ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെയും മുഅല്ലിമീന്റെയും സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഒക്കെ കർമ്മധീരരായ പ്രവർത്തകരെ, ഗുണകാംക്ഷികളെ, എന്റെ ഭിന്നരായ സുഹൃത്ത് കബീർ ഫൈദി അവറുകളെ, സുഹൃത്ത് ഉസ്താദ് അബൂബക്കർ യമാനി അവറുകളെ, പൂർവോപരി എന്റെ വളരെ അടുത്ത സുഹൃത്തും പരിചയക്കാരനുമായ ഭിന്നരായ സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ ഒമാനിൽ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ ഒരു ആശ്വാസവും തണലുമായ മദീനക്കുട്ടി സാഹിബ്, ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സായാഹ്നം നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മൾ മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് ഫ്രണ്ടിന് മാറ്റണം, ഇവിടെ നിന്ന് സൈഡിലൊക്കെ ഒരു അതെ കുറച്ച് അങ്ങോട്ട് മാറ്റണം അല്ലേ? അപ്പോഴെങ്കിൽ തോന്നുന്നൊരു വേറെ ഉണ്ടല്ലോ, തന്നെ ഇതിങ്ങനെ മാറ്റാം. അല്ല അടുത്ത് വരുമ്പോ പ്രശ്നം വിസിലൊന്നും വരില്ലല്ലോ. അതെല്ലാം കൂട്ടാൻ പറ്റുമോ? എല്ലാം കൂട്ടുക. ഇവിടുന്ന് മാറുമ്പോഴേക്ക് കുറെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. ആമുഖങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവാണ് ആ വിഷയം ഉദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഞങ്ങൾ ഒരു യുദ്ധത്തിൽ പുറപ്പെടുന്നു. കുറച്ചങ്ങ് മൂലക്ക് മാറ്റി വെക്കല്ലേ, അടുത്ത ഉണ്ട് പക്ഷെ ഒരു സുഖമില്ല. خرجنا مع النبي صلى الله عليه وسلم في غزوة من الغزوات. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു യുദ്ധത്തിൽ സംബന്ധിച്ച ഒരു അനുഭവം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്. ഞങ്ങൾ ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരാൻ നിൽക്കുന്നു. നബി തങ്ങൾക്ക് അവിടുത്തെ ഒട്ടകം ഒരുക്കി കൊടുക്കുന്ന നബി തങ്ങളുടെ ഒരു പരിചാരകൻ, ഗുലാമുൻ കാന യഖ്ദുമുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനം നബി തങ്ങൾക്ക് ശരിപ്പെടുത്തി കൊടുത്ത് ആ യുദ്ധത്തിൽ നിന്ന് അവർ തിരിച്ചു പോരുകയാണ്. അങ്ങനെ നിബിതങ്ങളുടെ ഒട്ടകം, അതിന്റെ ഒട്ടകക്കട്ടിൽ അവിടെ വെച്ച് നിബിതങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ശരിപ്പെടുത്തി ആ ചെറുപ്പക്കാരൻ നിബിതങ്ങളുടെ ഒട്ടകത്തിന് സേവനം, അതിന്റെ ആ ഒരു വാഹനം നിബിതങ്ങൾക്ക് ഒരുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പരിസരത്തെ ഏതോ ഒരു പാറക്കെട്ടുകളുടെ മറവിൽ നിന്ന് ഒരു മുശ്രിക്കായ മനുഷ്യൻ നിബിതങ്ങളുടെ ഈ പരിചാരകന്റെ നേർക്ക് ഉടമ്പയും. യുദ്ധം അവസാനിച്ചുവെന്നാണ് അവർ വിചാരിച്ചത്. അവർ തിരിച്ചു പോരുകയാണ്. ആ അമ്പ് ഈ
പരിചാരകന്റെ നെഞ്ചിലേക്കാണ് തട്ടുന്നത്. ഉടനെ തന്നെ നിലത്ത് വീഴുന്നു, ചോരയിൽ കുളിച്ച് അന്ത്യശ്വാസം വലിക്കുകയാണ്. കൂടി നിന്ന സ്വഹാബത്ത് മുഴുവനും പറഞ്ഞു, അല്ലാഹു അക്ബർ, ഹനീഅൻ ലഹു ബിൽ ജന്നഹ, ഹനീഅൻ ലഹു അശ്ശഹാദ. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. തക്ബീർ ചൊല്ലുകയാണ്. ഒരത്ഭുതം നടക്കുമ്പോൾ തക്ബീർ ചൊല്ലും. ഹനീഅൻ ലഹു ബിൽ ജന്നഹ, സ്വർഗത്തിലേക്ക് കടന്നു പോകാനിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളിൽപ്പെട്ട ഒരാൾ ഹനീഅൻ ലഹു അശ്ശഹാദ, യുദ്ധം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. യുദ്ധം മുഴുവൻ തീരുന്നവരെ നബിയോടൊപ്പം ഉണ്ടായി, ഇസ്ലാമിന് വേണ്ടി പടപൊരുതി അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം ശരിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കെ ഒരു ശത്രുവിന്റെ അമ്പതറച്ച് വഫാത്താകുന്ന ചെറുപ്പക്കാരനെ നോക്കി സ്വഹാബത്ത് സ്വാഭാവികമായും അവരുടെ അനുമാനം സ്വർഗം തന്നെ. ഹനീഅൻ ലഹു ബിൽ ജന്നഹ, ഹനീഅൻ ലഹു ബിശ്ശഹാദ. ഇതെന്തോ ഒരു ഭാഗ്യമാണ്. സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്നൊരു ചെറുപ്പക്കാരൻ രക്തസാക്ഷിത്വം കൊണ്ടുപോയല്ലോ, ഷഹീദെന്ന് ഉറപ്പ്, രക്തസാക്ഷി എന്ന് ഉറപ്പ്, രക്തസാക്ഷിക്ക് സ്വർഗമുണ്ടല്ലോ, നിങ്ങൾ ഇയാൾക്ക് സ്വർഗം ആശംസിക്കുന്നുവെന്ന് ഹബീബിന്റെ അനുയായികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഈ പറയുന്നത്. സ്വാഭാവികമായും അങ്ങനെയാണ് ഇവിടെ ധരിക്കുന്നത്. യുദ്ധം കഴിഞ്ഞവരാണ്, ശത്രുക്കളുമായി പടപരുതി വരുന്നു, നിബിധങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കെ അമ്പതറച്ച് മരിക്കുകയാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കല്ലാ, ഒരിക്കലുമില്ലല്ലോ, കല്ലാ, സ്വർഗം ആശംസിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അയാൾക്ക് സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ എന്തറിഞ്ഞു? ലിമാദാ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ട് നബിയേ, എന്താണ് ഇതിന്റെ കാരണം? ഞങ്ങൾ സ്വർഗം ലഭിക്കുമെന്ന് വിചാരിച്ച ഇയാൾക്ക് സ്വർഗം ലഭിക്കുകയില്ലെന്നോ? എന്ത് അപരാധമാണ് നബിയെ സ്വർഗം നിഷേധിക്കപ്പെടാൻ ഇയാൾ ചെയ്തത്? ലിമാദാ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ട് നബിയെ, എന്തുകൊണ്ട് ഇയാൾക്ക് സ്വർഗം നഷ്ടപ്പെടുന്നു? ഇന്ന ശംലതല്ലതീ ഗല്ലഹാ ലതൽതഹിബു അലൈഹി ഫീ ഖബ്രിഹി നാറാ. ഇന്ന ശംല, ഒരു തലപ്പാവായി ധരിക്കുന്ന മേൽത്തട്ടം, ഒരു തലപ്പാവിന്റെ ഒരു കഷ്ണം. ഇന്ന ശംല അല്ലതീ ഗല്ലഹാ, മുസ്ലിമീങ്ങളുടെ ഗനീമത്ത് സ്വത്തിൽ നിന്ന്, മുസ്ലിമീങ്ങൾക്ക് ഓഹരി വെച്ച് കിട്ടേണ്ട സ്വത്തിൽ നിന്ന് ഒരു മേൽത്തട്ടം തലപ്പാവായി ധരിക്കുന്ന, ഷാളിൽ ധരിക്കുന്ന, തോളിൽ ധരിക്കുന്ന ഒരു വസ്ത്രം, ഒരു കഷ്ണം തുണി. ആ തുണിക്കഷ്ണം മുസ്ലിമീങ്ങൾക്ക് ഓഹരി വെച്ച് കൊടുക്കേണ്ട ഗനീമത്തിന്റെ സ്വത്തായിരുന്നു. ആ സ്വത്തിൽ നിന്നും ഈ ചെറുപ്പക്കാരൻ സമ്മതമില്ലാതെ എടുത്തു കൈപ്പറ്റിപ്പോയ ആ ഒരു വസ്ത്രം കാരണം ലതൽതഹിബു അലൈഹി ഫീ ഖബ്രിഹി നാറാ, തന്റെ ശരീരത്തിലേക്ക് ഖബറിൽ തീജ്വാലകളായി പടർന്നു പിടിക്കുന്നത് ഞാൻ കാണുന്നുവെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രക്തസാക്ഷിയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം ശരിപ്പെടുത്തി കൊടുത്തിരുന്നൊരു ചെറുപ്പക്കാരൻ, നബിതങ്ങളോടൊപ്പം യുദ്ധത്തിൽ സംബന്ധിച്ചു പോകുന്നൊരു ചെറുപ്പക്കാരൻ, അല്ലാഹു അക്ബർ, ഹനീഅൻ ലഹു ബിൽ ജന്നഹ, ഹനീഅൻ ലഹു ബിശ്ശഹാദ. രക്തസാക്ഷിത്വം ഉറപ്പാണ്, സ്വർഗം ഉറപ്പാണെന്ന് സ്വർഗം ആശംസിച്ചുകൊണ്ടിരിക്കെ ഖല്ലാ, സ്വർഗം പറയാനായില്ല, സ്വർഗം ആശംസിക്കാനായില്ലല്ലോ. പണ്ടൊരിക്കൽ മുസ്ലിമീങ്ങൾക്ക് ഗനീമത്ത് കിട്ടിയിരുന്ന സമയത്ത് ഒരു കഷ്ണം, ഒരു തുണിക്കഷ്ണം ആരോടും സമ്മതം ചോദിക്കാതെ മുസ്ലിമീങ്ങൾക്ക് ഓഹരി വെച്ചു കൊടുക്കേണ്ട ആ സ്വത്ത് സമ്മതമില്ലാതെ കൈപ്പറ്റിയതിന്റെ പേരിൽ, ആ ഒരു വസ്ത്രം മോഷ്ടിച്ചെടുത്തതിന്റെ പേരിൽ ലതൽതഹിബു അലൈഹി ഫീ ഖബ്രിഹി നാറാ, തന്റെ ഖബറിൽ തീജ്വാലകളായി പടർന്നു പിടിക്കാൻ അത് കാരണമാകുന്നുണ്ടെന്ന്
മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, സത്യവിശ്വാസികളെ, ഇയ്യാകും വമുഹഖിറാത്തിൽ ദുനൂബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണമേ, വമുഹഖിറാത്തിൽ ദുനൂബ്, നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചില തെറ്റുകൾ നിങ്ങൾ സൂക്ഷിക്കണമേ, കരുതലോടെ നിൽക്കണേ. നിങ്ങൾ നിസ്സാരമായി കരുതുന്ന പലതും തഹ്സബൂനഹു ഹയ്യിന വഹുവ ഇൻദല്ലാഹി അദീം, നിങ്ങൾക്കത് നിസ്സാരമാണ്, പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ അത് ഗൗരവമുള്ള തെറ്റുകളാണ്. അതുകൊണ്ട് സൂക്ഷിക്കണമേ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ചെറിയ തെറ്റല്ലേ, സാരല്ല, ഒരു ഷാളല്ലേ, ഒരു കഷ്ണം തുണിയല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളരുതേ. ഇയ്യാകും വമുഹഖിറാത്തിൽ ദുനൂബ്, തെറ്റുകളിൽ, പാപങ്ങളിൽ നിങ്ങൾ നിസ്സാരമാണെന്ന് തള്ളിക്കളയുന്നത് നിങ്ങൾ തള്ളിക്കളയല്ലേ, സൂക്ഷിക്കണേ, ഗൗരവത്തോടെ കാണണമേ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന്റെ ആധുനിക പരിച്ഛേദമാണ് നമ്മൾ ഈ പറയുന്നത്. തെറ്റുകളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവം, പാപങ്ങൾ നിസ്സാരവൽക്കരിക്കുന്നത്. തെറ്റുകൾ സാരമില്ല, അത്രയല്ലേ ഉള്ളൂ. ഒരു പിക്ചർ കാണുമ്പോ ഞാനൊരു പെണ്ണിനെ ലൈവായി നോക്കിയിട്ടില്ലല്ലോ, ഒരു ചിത്രമല്ലേ കണ്ടത്, ഒരു വീഡിയോ അല്ലേ കണ്ടത്, അത് കണ്ണാടിച്ചില്ലിൽ കാണുന്ന പോലെ എന്നൊക്കെ മസ്അലകൾ പറഞ്ഞ് തെറ്റിനെ ന്യായീകരിക്കുന്നത്, പാപങ്ങളെ ന്യായീകരിക്കുന്നത്. തെറ്റത്രയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എന്റെ കൂടെയുള്ള ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു, വ്യഭിചാരം ചെയ്യുന്നു, ഞാൻ അത്ര ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്നവർ നിസ്സാരവൽക്കരിക്കുക. ഞാൻ ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ, എന്നെക്കാളും പാപം ചെയ്യുന്നവര് വേറെയില്ലേ. ഹിജാബ് ധരിക്കാതെ നടക്കുന്നൊരു പെൺകുട്ടി, താൻ ധരിക്കുന്ന വസ്ത്രം, ഞാൻ ഇത്രയൊക്കെ ശരീരം മറച്ചിട്ടുണ്ടല്ലോ, ശരീരം വർണ്ണിക്കുകയോ ശരീരത്തിന് ടൈറ്റ് ഫിറ്റായി നിൽക്കുകയോ ചെയ്യുന്നത് ഒരു പെൺകുട്ടി ധരിക്കരുത് എന്ന് നിബിധങ്ങൾ പറയുമ്പോ, ഞാൻ ധരിച്ച അത്രയും വസ്ത്രം ധരിക്കാത്തവരുണ്ടല്ലോ, എന്റെ കൂടെയുള്ളവരെ, എന്നെ പോലെയൊന്നും അല്ലല്ലോ, അവർ ഇത്രയും മറക്കാത്തവരല്ലേ, ഞാൻ പിന്നെയും മറച്ചിട്ടുണ്ടല്ലോ, തല മറച്ചുവല്ലോ, ശരീരം മറച്ചുവല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ നിയമത്തെ ചെറുതായി ന്യായീകരിക്കുമ്പോൾ, ഇയ്യാകും വമുഹഖിറാത്തിൽ ദുനൂബ്, പാപങ്ങളിൽ നിസ്സാരമെന്ന് നിങ്ങൾ കരുതുന്നവരെ നിങ്ങൾ ഗൗരവത്തോടെ കാണണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഇത്തരക്കാരെ സംബന്ധിച്ചൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. വതഹ്സബൂനഹു ഹയ്യിന വഹുവ ഇൻദല്ലാഹി അദീം, നിങ്ങളിത് നിസ്സാരമായി കാണുന്നു, അള്ളാഹുവിന്റെ അരികത്ത് ഇത് ഗൗരവമേറിയതാണ്. നിങ്ങൾ നിസ്സാരമായി കാണുന്ന പലതും അള്ളാഹുവിന്റെ മുമ്പിൽ ഗൗരവമുള്ളതാണ്. അല്ലാമ ഇബ്നുൽ ജൗസി അവരുടെ പ്രസിദ്ധമായ കിതാബുണ്ട്, അൽ മുൻതദിം ഫി അഖ്ബാരിൽ മുലൂക് വൽ ഉമം. അല്ലാമ ഇബ്നുൽ ജൗസി സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ ഉദ്ധരിച്ചൊരു സംഭവം പറയുന്നുണ്ട്. ആ മഹാനുഭാവൻ മരിച്ചു കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം തന്റെ ശിഷ്യൻ ഗുരുവെ കാണുന്നു, സ്വപ്നദർശനം കാണുന്നു. ആഹിയാ ശൈഖ് മാ ഫഅലല്ലാഹു ബിക്, എന്റെ ഗുരുനാഥരെ, എന്റെ ശൈഖവറുകളെ, മാ ഫഅലല്ലാഹു ബിക്, അല്ലാഹു എന്താണ് നിങ്ങളോട് ചെയ്തത്? ഫി അയ്യി ദറജാതി റഫഅക്, സ്വർഗത്തിന്റെ ഏത് സ്ഥാനങ്ങളിലേക്കാണ് അള്ളാഹു നിങ്ങളെ ഉയർത്തിയത്? സ്വർഗത്തിന്റെ ഏത് സ്ഥാനങ്ങളിലേക്കാണ് അള്ളാഹു നിങ്ങളെ ഉയർത്തിയത്? മാ ഫഅലല്ലാഹു ബിക്, എന്താണ് അള്ളാഹു നിങ്ങളോട് ചെയ്തത്? ഒരു വർഷത്തിന് ശേഷം സ്വന്തം ഗുരുനാഥനെ സ്വന്തം ശിഷ്യൻ സ്വപ്നദർശനം കാണുന്നു. സത്യസന്ധമായ സ്വപ്നദർശനമാണിത്. മഹാന്മാരിൽ പ്രഗത്ഭനായൊരു മഹാനയാണ് അല്ലാമ ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്നത്. നുണ പറയുന്ന സ്വപ്നദർശനങ്ങളല്ല. ഷെയ്ഖിന്റെ മറുപടി, അൽആന ഇൻതഹൈതു മിനൽ ഹിസാബി അലാ മഅസിയത്തിൻ മിൻ മആസി, الآن انتهيت من معصية من معاصي,
തെറ്റുകളിൽപ്പെട്ട ഒരു തെറ്റിന് അല്ലാഹു എന്നെ വിചാരണ ചെയ്ത ആ വിചാരണ ഇപ്പോഴാണ് തീരുന്നത് മോനെ. ഒരു വർഷത്തിന് ശേഷം ചോദിച്ചു, ഒരു വർഷം നിങ്ങളെ അല്ലാഹു ചോദ്യം ചെയ്യാൻ മാത്രം എന്ത് പാപമാണ് നിങ്ങൾ ചെയ്തത്? മഹാന്മാരുടെ സ്വപ്നം എങ്ങനെയാണ്? എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റെന്നറിയോ? എന്താണ് നിങ്ങൾ ചെയ്ത പാപം? ഏത് പാപത്തെയാണ് അല്ലാഹു നിങ്ങളെ ഇത്രയും ഗൗരവത്തിൽ നിങ്ങളെ വിചാരണ ചെയ്തത്? ഏത് പാപം കാരണം? ബഹുമാനപ്പെട്ടവരുടെ മറുപടി, ഇന്നഹാ വല്ലാഹി ഇൻ കുൻതു മർറ സായിറൻ ഫി ത്വരീഖ്. ഞാനൊരു വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അന്ന് ഒരു വൈക്കോലിന്റെ കൂന ഒരു കഴുതയുടെ പുറത്ത് കെട്ടിവെച്ച ഒരാൾ കഴുത എവിടെ നിർത്തിയിട്ട് വീട്ടിലെന്തിനോ സാധനത്തിന് പോയിട്ടുണ്ട്. ആ നേരത്ത് ആ വൈക്കോലിൽ നിന്നും ഒരു കഷ്ണം പല്ല് കുത്തിയെടുക്കാൻ വേണ്ടി ഒരു കഷ്ണം, ഒരു ചെറിയ ഒരു കൊള്ളി ഞാൻ അതിൽ നിന്നെടുത്തിരുന്നു. ഉഖല്ലിലു ബിഹി അസ്നാനി, എന്റെ പല്ലുകൾക്കിടയിലെ ഭക്ഷണങ്ങൾ എടുത്തു മാറ്റാൻ. فأنا الآن أسأل منذ سنة كاملة, ഒരു വർഷമായി അല്ലാഹു എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്, ലിമ അഖദ്തഹു ബിഗൈരി ഹഖ്ഖി, ലിമ അഖദ്തഹു ബിഗൈരി ഹഖ്ഖി, നിങ്ങൾക്ക് അർഹതയില്ലാതെ, പൊരുത്തമില്ലാതെ, സമ്മതമില്ലാതെ എന്തുകൊണ്ട് നിങ്ങളതെടുത്തു? എന്തുകൊണ്ടെടുത്തു? നിങ്ങൾ അയാളോട് സമ്മതം ചോദിച്ചില്ലല്ലോ. ആ ഒരു വൈക്കോൽ കൂനയിലെ ഒരു കഷ്ണം എടുത്തതിന്റെ പേരിൽ അല്ലാഹു ഒരു വർഷം അതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്തുവെന്ന് ഒരു വർഷത്തിന് ശേഷം എന്റെ ഗുരുനാഥനെ കണ്ട അനുഭവം അല്ലാമ ഇബ്നുൽ ജൗസി അഹദുസ് സ്വാലിഹീനെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നു. സത്യവിശ്വാസികൾ കാണുന്ന സ്വപ്നദർശനങ്ങൾ അങ്ങനെയാണ്. മഹാന്മാർ ഹിസാബിനെ സംബന്ധിച്ച് പേടിയിലാണ്. പരലോകത്ത് അല്ലാഹുവിന്റെ വിചാരണയെക്കുറിച്ച് ഭയപ്പാടിലാണ്. അങ്ങനെയാണ് സത്യസന്ധമായ സ്വപ്നങ്ങൾ. അല്ലാത്തതൊക്കെ കഴിച്ചിലായിട്ടുണ്ട്, വലിയ വലിയ മഖാമിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഒരു വൈക്കോൽ കൂനയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തതിന്റെ പേരിൽ ഒരു വർഷം ഹിസാബ് ഞാൻ നേരിട്ടു എന്ന് പറയുമ്പോ ചെറുതും വലുതുമായ തെറ്റുകൾ ഒരുപാട് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അല്ലാഹുവിന്റെ വിചാരണ? വതഹ്സബൂനഹു ഹയ്യിനാ വഹുവ ഇൻദല്ലാഹി അളീം. നിങ്ങൾ നിസ്സാരമായി കാണുന്ന പല തെറ്റുകളും അല്ലാഹുവിന്റെ മുമ്പിൽ ഭയങ്കരങ്ങളാണ്. ആരെയാണ് ധിക്കരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ്. മൻ തഅഫി, ആരോടാണ് ഈ ധിക്കാരം? ഒരു തെറ്റ് ചെറുതോ വലുതോ എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് പോലും മഹാന്മാർ ഗൗരവത്തിലാണ് പറഞ്ഞു തരാ. അത് ചെറിയ തെറ്റ്, അത് വലിയ തെറ്റ് എങ്ങനെ പറയും? ആരോടാണ് ഈ ധിക്കാരം? ആര് പറഞ്ഞതിനെതിരാണ് നമ്മൾ ചെയ്യുന്നത്? അല്ലാഹുവല്ലേ. അല്ലാഹുവിന്റെ അളമത്ത് മനസ്സിൽ കണ്ടാൽ, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിൽ കണ്ടാൽ പിന്നെ അവനോട് ചെറുതോ വലുതോ എന്ന് വേർതിരിക്കാൻ പറ്റുമോ? ഏത് തെറ്റും വലുതല്ലേ, ഏത് തെറ്റും ഗൗരവമുള്ളതല്ലേ? ആ രീതിയിൽ പാപങ്ങളെ ഗൗരവത്തോടെ കാണണം എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാകും വമുഹഖിറാത്തിദ് ദുനൂബ്, നിങ്ങൾ പാപങ്ങൾ നിസ്സാരമായി കാണുന്ന പാപങ്ങളെ സൂക്ഷിക്കണമേ, നിങ്ങൾ ഗുരുതരമായി കാണണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, സഹോദരിമാർക്ക് അവിടെ മഴയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മദ്രസ എവിടെയാണ് ഇവർക്കറിയോ? ആയത്തുണ്ട്, അവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മഴ കൊള്ളേണ്ടതില്ല. ഒരു വാഗണർ വണ്ടി മാറ്റി കൊടുക്കണം. KL 59 J6164 ഒരു വാഗണർ വണ്ടി അവിടെ വഴി തടസ്സമുണ്ട്, മാറ്റി കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ബുദ്ധിമുട്ടുള്ള മഴ ഉണ്ടോ? അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ആകാമി വൽ ജിബാലി വമനാബിത്തി ഷജർ. ഇൻഷാ അല്ലാഹ് അല്ലാഹു പ്രയാസങ്ങളൊന്നും ഇല്ലാതെ കഴിച്ചെടുത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാമ ഇബ്നുൽ ജൗസി തന്നെ കിതാബുൽ മുൻതളിമിൽ ഫി അഖ്ബാറിൽ മുലൂകി വൽ ഉമമിൽ മറ്റൊരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളിൽ പെട്ട ഒരു മഹാൻ വഫാത്തായി പോയി.
വർഷങ്ങൾക്ക് ശേഷം അവരെ തന്റെ കൂട്ടുകാരൻ സ്വപ്നദർശനം കണ്ടപ്പോ ചോദിച്ചു, യാ ഫുലാൻ, എന്തുപറ്റി? അൻത കുൻത തഫഅലു വതഫഅലു മിനസ് സ്വാലിഹാത്തി വൽ ഹസനാത്ത് ഫമാദാ ഫഅല അല്ലാഹു ബിക്. നിങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തിരുന്ന ആളല്ലേ, എന്താണ് അല്ലാഹു നിങ്ങളോട് ചെയ്തത്? എങ്ങനെയുണ്ട് പരലോകം? എങ്ങനെയുണ്ടത്? ആ സജ്ജൻ സൽക്കർമ്മിയായ സ്വാലിഹായ മനുഷ്യന്റെ മറുപടി, ഖദ് ഫഅല അല്ലാഹു ബി ഖൈറാ, അല്ലാഹു എന്നോട് നന്മയാണ് ചെയ്തത്. പക്ഷേ സ്വർഗത്തിലേക്ക് കടക്കാതെ അല്ലാഹു എന്നെ പിടിച്ചു വച്ചിരിക്കുന്നു. വലാകിന്നി മഹ്ബൂസുൻ അനിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. എന്തുപറ്റി? സ്വർഗത്തിൽ കടക്കാൻ സാധിക്കാത്തവണ്ണം എന്താണ് നിങ്ങൾ ചെയ്ത കുറ്റം? ഹബസനി അനിൽ ജന്നതി ഇബ്റ കുന്തു സ്തഅനതുഹാ വലം അറുദ്ദഹാ ഹത്താ മിത്. ഞാനൊരു സൂചി അയൽപക്കത്ത് നിന്ന് വായ്പ വാങ്ങിയിരുന്നു. വായ്പെടുത്തിരുന്നൊരു സൂചി, അത് തുന്നൽ കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ, അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതിന് മുമ്പാണ് എന്റെ മരണം സംഭവിച്ചത്. അതിന്റെ പേരിൽ അല്ലാഹു എന്നെ വിചാരണ ചെയ്യുന്നു. സ്വർഗലോകത്തേക്കുള്ള പ്രവേശനം എനിക്ക് സാധ്യമായില്ല എന്ന് ആ സ്വാലിഹായ മനുഷ്യൻ നൽകുന്ന മറുപടി, വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അളീം. ഉള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഖൈറാണെന്ന് വിചാരിക്കുക. മക്കളൊക്കെ ആയിട്ട് സഹോദരിമാരെ മദ്രസയിലേക്ക് നീങ്ങിയാൽ ഇൻഷാ അല്ലാഹ് ഖൈറായിരിക്കും. അവർക്ക് നടക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കും. ഇങ്ങനെ ഒരു മുൻഗാമികളെ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പരിസരം ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്. നമ്മുടെ യുവാക്കളുടെ, നമ്മുടെ യുവതികളുടെ, ചെറുപ്പക്കാരുടെ ജീവിതം എന്താണ്? എവിടേക്കാണ് നമ്മൾ പോകുന്നത്? ഏത് ദിശയിലേക്കാണ് നമ്മുടെ യൗവനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പരലോകത്തെ സത്യവിശ്വാസികളും അല്ലാത്തവരും കൈപ്പറ്റുന്ന ആ ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ച്, ഒരു കിതാബിനെ സംബന്ധിച്ച് സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മെ പഠിപ്പിച്ച ഭാഗം. തൗബ ചെയ്ത് മടങ്ങാനും പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് അടുക്കുവാനും വലിയൊരു പ്രചോദനമാകുന്ന ഒരു ആയത്താണ് സൂറത്തുൽ കഹ്ഫിലെ 49ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا فترى المجرمين. നബിയെ, കുറ്റം ചെയ്ത ആളുകളെ, കുറ്റവാളികളെ നിങ്ങൾക്ക് നാളെ കാണാൻ കഴിയും. നബിയെ, മുശ്ഫിഖീന മിമ്മാ ഫീഹ്, അവര് ചെയ്ത സർവമാന തിന്മകളും റെക്കോർഡ് ചെയ്യപ്പെട്ടത്, രേഖപ്പെടുത്തപ്പെട്ടത് കാണുമ്പോൾ പേടിച്ചവരായി, വിഷണ്ണരായി, വിഖിന്നരായി, സങ്കടപ്പെട്ട് തലതാഴ്ത്തി അപമാനത്തോടുകൂടെ നിൽക്കുന്നത് കാണാൻ കഴിയും. നബിയെ, മുശ്ഫിഖീന മിമ്മാ ഫീഹ് വയഖൂലൂൻ, അവര് പറയും, യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, എന്ത് സംഭവിച്ചു? ഇതെന്തൊരു ഗ്രന്ഥമാണ്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഒരു ചെറുതോ വലുതോ വിട്ടുപോയിട്ടില്ലല്ലോ. ഇല്ലാ അഹ്സാഹാ, കൃത്യമായി രേഖപ്പെട്ട് കിടക്കുകയാണ്. ചെറുതും വലുതും ഒഴിഞ്ഞു പോയിട്ടില്ലല്ലോ. എന്തൊരു കിതാബാണിത്? ഞങ്ങളുടെ നാശമേ എന്ന് പറയും.
മുഫസ്സിരീങ്ങൾ പറയാൻ അവരെ നാശമേ എന്ന് വിളിക്കുന്നത് അല്ലാഹുവിന്റെ കിതാബ് ചെറുതും വലുതും കൃത്യമായി രേഖപ്പെടുത്തി എന്ന വിഷയമാണ്. ഞങ്ങളത് ചെയ്തതാണല്ലോ എന്നല്ല അപ്പോഴും പറയുന്നത്, ഞങ്ങൾ ചെയ്തല്ലോ, ഞങ്ങൾ പ്രവർത്തിച്ചു പോയല്ലോ എന്നല്ല, ഇതൊക്കെ രേഖപ്പെട്ട് കിടക്കുകയാണല്ലോ, ഞങ്ങളുടെ നാശമേ എന്ന് പറയുന്നു. അല്ലാഹു ആ നാളിൽ നമ്മുടെ ഗ്രന്ഥം അല്ലാഹുമ്മ യമ്മിൻ കിതാബന, ഞങ്ങളുടെ വലത് കൈയിൽ തരണേ പടച്ചവനെ, അന്ന് നീ ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇവിടെ ഇരിക്കുന്നതോ മഴ കൊള്ളുന്നതോ ഇവിടെ പ്രയാസം എന്തെങ്കിലും അനുഭവിക്കുന്നതൊക്കെ ഫീ മീസാനി ഹസനാത്തിന, നമ്മുടെ നന്മയുടെ ആ ഒരു റെക്കോർഡിലേക്ക് ആവാൻ അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഏതെങ്കിലും ഒരു ടാർപ്പായ നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് അവിടെ ഒരു മഴ കൊള്ളുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് സൗകര്യം ചെയ്തു കൊടുക്കി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖരായ മഹാന്മാരായ താബിഈങ്ങളെ ഉപദേശിച്ചത് കാണാം. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. താബിഈങ്ങളോട് അനസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത്, താബിഈങ്ങളുടെ മഹത്വം എത്രയാണ്, അവർ ചെയ്ത നന്മകൾ എത്രയാണ്, അവരുടെ കർമ്മങ്ങൾ എത്ര വലുതാണ്. അവരോട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, ഇന്നകും ലതഅമലൂന അമാലൻ ഹിയ അദഖു ഫീ അഅ്യുനികും മിനശ് ശഅർ, നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ചില കർമ്മങ്ങൾ നിങ്ങളുടെ കണ്ണിൽ രോമത്തോളം, ഒരു മുടിയോളം, ഒരു രോമത്തോളം നിസ്സാരമായി നിങ്ങൾ ഇന്ന് കാണുന്ന പലതും കുന്നാ നഅദ്ദുഹാ അലാ അഹദി റസൂലില്ലാഹി മിനൽ മൂബിഖാത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങളിൽ ഇത് സംഭവിച്ചു പോയാൽ വൻ പാപങ്ങൾ ചെയ്തു എന്നാണ് ഞങ്ങൾ വിചാരിക്കാറുള്ളത്. നിങ്ങൾ ഇന്നത് ഒരു മുടി പോലെ, ഒരു രോമം പോലെ നിസ്സാരമായിട്ടാണല്ലോ കാണുന്നതെന്ന് താബിഈങ്ങളിലെ പ്രമുഖന്മാരായ മഹാന്മാർ ജീവിച്ചിരിക്കെ അവരെ ഉപദേശിച്ചിട്ടുണ്ട്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവരോട് പറയാൻ, നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പലതും ഞങ്ങൾ നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന കാലത്ത് മിനൽ മൂബിഖാത്ത്, വൻപാപങ്ങളായിരുന്നു, നിങ്ങളിത് നിസ്സാരമായിട്ടല്ലേ കാണുന്നത്. ഉലൈക അല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്, അല്ലാഹു സന്മാർഗദർശനം ചെയ്തവരാണ് ഈ മുൻഗാമികൾ, അവരുടെ സന്മാർഗദർശനം പിൻപറ്റണമേ. അല്ലാഹു നമ്മെ ആ സൽക്കർമ്മികളുടെ കൂട്ടത്തിലേക്ക് അല്ലാഹു ചേർത്തിത്തരട്ടെ. അല്ലാമ അബു ശൈഖ് عن ابن عباس عن عباس بن عبد المطلب رضي الله عنه, عباس بن عبد المطلب رضي الله عنه നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, വളരെ സ്വഹീഹായി വന്ന ഹദീസ്. അല്ലാഹുവിന്റെ മഹത്വം എത്രയാണെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ഹദീസ്. ആ മഹത്വം ബോധ്യപ്പെടുമ്പോഴാണ് അല്ലാഹു ആരാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ആ അല്ലാഹുവിനോടുള്ള ബഹുമാനം തോന്നുന്നത്. അപ്പോഴാണ് ചെറുപാപങ്ങൾ ചെറുതല്ല വലുത് തന്നെ എന്ന് തോന്നുന്നത് അവിടെയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജലസ്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ഒരു ദിവസം ഇരിക്കുമ്പോ ഞങ്ങളുടെ തലക്കു മീതെ ഒരു മേഘം കടന്നുപോയി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കി, മാ ഹാദാ, എന്താണിത്, ഇതെന്താണ് കടന്നു പോകുന്നത്? ഹാദാ സഹാബു യാ റസൂലല്ലാഹ്, ഇത് മേഘമല്ലേ നബിയേ, മേഘമല്ലേ. ഞങ്ങളോട് പറഞ്ഞു നബി തങ്ങൾ, വൽ അനാൻ, നിങ്ങളതിനെ അനാൻ എന്ന് വിളിക്കാറുണ്ടോ? അതെ, നിങ്ങളതിനെ തുസമ്മൂനഹുൽ മുസിൻ, മുസിൻ എന്ന് വിളിക്കാറുണ്ടോ? ഖാലൂ നഅം, അതെ നബിയേ. അതദറൂൻ, നിങ്ങൾക്കറിയുമോ, കം ബൈന സമാഇ വൽ അർളി, ആകാശത്തിന്റെയും ഭൂമിക്കുമിടയിൽ എത്ര ദൂരമുണ്ടെന്നറിയുമോ? സ്വഹാബത്തിനെ ചിന്തിപ്പിക്കുകയാണ് നബി തങ്ങള്. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ എത്ര ദൂരമുണ്ടെന്നറിയുമോ? ഒരു സയന്റിസ്റ്റിനും ഇതേവരെ എന്നെ തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു മെഷർമെന്റ് അല്ലാഹുവിന്റെ റസൂൽ സമർപ്പിക്കുകയാണ്. ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം അറിയുമോ?
അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ, അല്ലാഹുവിനറിയാം, അവന്റെ റസൂലിനറിയാം. ബൈനഹുമാ മസീറത്തു 500 ആം, ആകാശഭൂമികൾക്കിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. 500 വർഷം യാത്ര ചെയ്താലേ ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് എത്തുകയുള്ളൂ. അതദറൂൻ കം ബൈന അസ്സമാഇ ദുനിയ വല്ലതി ഫൗഖഹാ, ഒന്നാം ആകാശത്തിന്റെയും രണ്ടിന്റെയും ഇടയിൽ എത്ര ദൂരമുണ്ടെന്നറിയുമോ? അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയെ എന്ന് പറഞ്ഞു തരൂ. മസീറത്തു 500 ആം, 500 വർഷത്തെ വഴി ദൂരമുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽപ്പെട്ട ഇലാഹിയായ വഹയിൽപ്പെട്ട ഒരു അത്ഭുതമാണ്. എത്രയാണ് കിലോമീറ്റർ അളക്കാൻ പറ്റും ആകാശലോകത്ത്? പ്രകാശവർഷമാണ് കണക്കാക്കുക. ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാൽ 1 വർഷം പ്രകാശം സഞ്ചരിച്ചെത്തുന്ന ദൂരമാണ് 1 ലൈറ്റ് ഇയർ, ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ആകാശലോകത്ത് കിലോമീറ്ററും മൈലുമല്ല പറയാ, പ്രകാശവർഷങ്ങളാ. ഇത്ര പ്രകാശവർഷം അകലെ എന്നാണ് പറയാ. പക്ഷെ നബി തങ്ങൾ പറഞ്ഞ വാക്ക് 500 ആം, 500 കൊല്ലത്തെ വഴിദൂരമുണ്ട്. ഭൂമിയിൽ നിന്ന് ഒന്നിലേക്ക്, ഒന്നിൽ നിന്ന് രണ്ടിലേക്കും അത്ര. ഈ ഒന്നാം ആകാശം എന്ന് പറഞ്ഞ എവിടെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് സയ്യന്ന അസ്സമാഅ അദ്ദുനിയാ ബിമസാബീഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാതീൻ. ഈ ഒന്നാം ആകാശത്തെയാണ് ദീപങ്ങളെ കൊണ്ട്, നക്ഷത്രങ്ങളെ കൊണ്ട് നാം അലങ്കരിച്ചത്. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് കോടാനുകോടി നക്ഷത്രങ്ങൾ കിടക്കുന്നത്, കോടാനുകോടി ഗാലക്സികൾ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. പ്രപഞ്ചമൊന്നാകെ ചൂടി നിൽക്കുന്ന ഒരു ബ്ലാഡർ പോലെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ, ഇതൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. നക്ഷത്രങ്ങൾ ഒന്ന് മറ്റൊന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ഈ പ്രപഞ്ചത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എവിടെയാണ് നക്ഷത്രങ്ങളുടെ അറ്റം? നമുക്കറിയില്ല. ഒന്നാം ആകാശം എവിടെയാണ്? നമുക്കറിയില്ല. എവിടെയാണ് ആ ലോകം? എവിടെയാണ് ഈ നക്ഷത്രങ്ങളുടെ അതിർത്തി? പറയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷേ അല്ലാഹു നൽകുന്ന വഹി കൊണ്ട് സംസാരിക്കുന്ന മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുണ്ട് 500 വർഷത്തെ വഴിദൂരമുണ്ട്. ഇന്ന് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയ ഒരു മഹാത്ഭുതം, മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്പീഡ്, വെലോസിറ്റി ഓഫ് ലൈറ്റ്, സൂര്യപ്രകാശത്തിന്റെ വേഗതയാണ്. സൂര്യപ്രകാശത്തിന്റെ വേഗതയോളം സ്പീഡിൽ ഒരു സാധനത്തിനും ലോകത്ത് സഞ്ചരിക്കാൻ കഴിയില്ലത്രേ. അല്ലാഹു നൽകുന്ന മുഅ്ജിസത്തുകൾ ഒഴികെ, ഇസ്രാ മിഅ്റാജ് മുഅ്ജിസത്തുകളാണ്, സയൻസ് കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഭൗതിക ലോകത്തെ ഒരു വസ്തുവിന്റെ സഞ്ചാരത്തിലെ ഏറ്റവും വലിയ സ്പീഡ് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന സൂര്യപ്രകാശത്തിന്റെ വേഗതയാണ്. സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഒരു സെക്കൻഡ് നോക്കുമ്പോഴേക്ക് 2 സെക്കൻഡായി പോകും. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അത്ര സ്പീഡിൽ ഏതെങ്കിലും ഒരു വൈമാനികൻ, ഒരു പൈലറ്റ് തന്റെ സ്പേസ് ക്രാഫ്റ്റ് എടുത്ത് ആകാശലോകത്തേക്ക് യാത്ര തിരിച്ചാൽ സയന്റിസ്റ്റുകൾക്ക് അനുമാനിക്കാൻ കഴിഞ്ഞ ഒരു അനുമാനം, പ്രകാശവേഗതയിൽ ഒരാൾ പോയാൽ ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോഴേക്കും ഭൂമിയിൽ 200 കോടി പ്രകാശവർഷങ്ങൾ കഴിഞ്ഞിരിക്കുമെന്നാണ്. 200 കോടി പ്രകാശവർഷം ഭൂമിയിൽ കഴിഞ്ഞിരിക്കും ആ വൈമാനികൻ ഒന്നാം ആകാശം പ്രാപിക്കുമ്പോൾ. ഒന്നാം ആകാശം എന്ന് പറഞ്ഞാൽ ദ ലിമിറ്റ്സ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ അതിർത്തികൾ എത്തുമ്പോൾ. സുബ്ഹാനല്ലാഹ്, 200 കോടി കൊല്ലം, 200 കോടി പ്രകാശവർഷം. അപ്പോ നമ്മൾ തോന്നുന്നു നിബിധങ്ങൾ പറഞ്ഞ 500 കൊല്ലല്ലേ. പക്ഷെ ഇവിടെയാണ് അത്ഭുതം, ഇവിടെയാണ് മഹാത്ഭുതം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത്. മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹു നൽകുന്ന വഹയല്ലാതെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കാറില്ല. നിബിധങ്ങൾ നൽകുന്ന വഹയാണ് നിബിധങ്ങൾ, അല്ലാഹു നൽകുന്ന വഹയാണ് നിബിധങ്ങൾ സംസാരിക്കുന്നത്.
സഞ്ചരിക്കുന്ന പൈലറ്റിന് അനുഭവിക്കുന്ന ദൂരവും ഭൂമിയിൽ അനുഭവിക്കുന്ന ദൂരവും രണ്ടാണത്രേ. ഭൂമിയിലുള്ള ആളുകൾക്ക് 200 കോടി കൊല്ലമായി അനുഭവിക്കുന്നത് സഞ്ചരിക്കുന്ന പൈലറ്റിനത് കേവലം 500 വർഷമായിരിക്കുമെന്ന് സയന്റിസ്റ്റുകൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. പോകുന്ന പൈലറ്റിന് 500 കൊല്ലം, ഭൂമിയിലുള്ളവർക്ക് 200 കോടി കൊല്ലം. സഞ്ചരിക്കുന്ന ആളിന്റെ സമയമല്ലേ പറയേണ്ടതുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ 500 ആമിൻ 500 കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വഹയല്ലാതെ നബി പറയില്ലല്ലോ. 500 കൊല്ലം സഞ്ചരിക്കുന്ന പൈലറ്റിന് 500 കൊല്ലമാണ്. ഭൂമിയിലുള്ളവർക്ക് 200 കോടി കൊല്ലം. ആകാശലോകത്ത് സ്പേസിൽ കിടക്കുന്ന സമയമല്ലല്ലോ ഭൂമിയിലെ സമയം. അള്ളാഹുവിന്റെ കണക്കിൽ വരെ വ്യത്യാസമുണ്ടല്ലോ. ആഖിറത്തിന്റെ സമയവും ഭൂമിയുടെ സമയവും മാലാഖമാർ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. മലക്കുകളുടെ യാത്രയിൽ അനുഭവിക്കുന്ന സമയം ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്. മഹ്ശറായിലെ ദിവസത്തിന്റെ പ്രത്യേകതയുണ്ട്, ദൈർഘ്യമുണ്ട്. ഭൂമിയിലെ സമയമല്ല ആകാശലോകത്തെ സമയം. അള്ളാഹുവിന്റെ നിബിധങ്ങൾ ആകാശലോകത്തെ യാത്രകളെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് ഭൂമിയിൽ നിന്ന് 500 കൊല്ലത്തെ ദൂരമുണ്ട്. ഒന്നാം ആകാശത്തേക്ക്, 1-ന്ന് 2-ലേക്കും 500 കൊല്ലം, 2-ന്ന് 3-ലേക്കും 500 കൊല്ലം, 3-ന്ന് 4-ലേക്കും 500 വർഷം, 4-ന്ന് 5-ലേക്കും, 5-ൽ നിന്ന് 6-ലേക്കും, 6-ൽ നിന്ന് 7-ാം ആകാശത്തേക്കും 500 വർഷത്തെ വഴിദൂരമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണിത്. 500 കൊല്ലം. എന്നിട്ട് നബി ഞങ്ങൾ പറഞ്ഞു വഫൗഖ السماء السابعة, 7-ാം ആകാശത്തിന്റെ മുകളിലുണ്ട് ബഹ്റുൻ, ഒരു സമുദ്രമുണ്ട്. ബൈന അസ്ഫലിഹി വഅലാഹു മസീറത്തു 500 ആം. ആ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അതിന്റെ മേൽത്തട്ടിലേക്കുള്ള ദൂരം 500 വർഷത്തെ വഴിദൂരമാണ്. ആകാശലോകങ്ങൾക്കപ്പുറം 7-ാം ആകാശത്തിന്റെ പുറത്തെ രഹസ്യങ്ങൾ മലകൂത്തുസ് സമാ പറഞ്ഞു തരുന്നുണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിൽ നിന്ന് 1-ലേക്കുള്ള ദൂരമാണ് 1-ന്ന് 2-ലേക്കും, 2-ൽ നിന്ന് 3-ലേക്കും. അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരെന്ന നമ്മൾ എത്ര നിസ്സാരന്മാരാണ്, എത്ര ചെറുതാണ്. ഭൂമി എന്ന ഗോളം പോലും സൂര്യനെ അപേക്ഷിച്ച് 100-ലൊന്നല്ലേ വലുപ്പുള്ളൂ. സൂര്യന്റെ 100-ലൊന്ന് വലുപ്പമല്ലേ ഭൂമിക്കുള്ളൂ. അതിൽ ഏതാനും ചില ഭാഗത്തെ കരഭാഗങ്ങളുള്ളൂ. ആ കരയിലെ ഏതാനും ചില ഭാഗത്തെ മനുഷ്യർ ജീവിക്കുന്നുള്ളൂ. ആ കരയിലെ ജീവിക്കുന്ന വലിയ വലിയ ജീവജാലങ്ങളിൽ ശരീരത്തിന്റെ വലുപ്പത്തിലോ ആരോഗ്യത്തിലോ മറ്റ് മൃഗങ്ങളെക്കാളും എത്രയോ ദുർബലനാണ് മനുഷ്യൻ. ഈ മനുഷ്യന് വേണ്ടിയാണ് ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഇതൊക്കെ പടച്ചത് നിങ്ങൾക്ക് വേണ്ടി. തൂ ഹേ ജഹാൻ കേ ലിയേ ന തൂ ജഹാൻ കേ ലിയേ, ജഹാൻ ഹേ തെരേ ലിയേ ന തൂ ജഹാൻ കേ ലിയേ. ഈ പ്രപഞ്ചം നിനക്ക് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. നീ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയല്ല സൃഷ്ടിക്കപ്പെട്ടത്, നീ അല്ലാഹുവിന്റെ ഇബാദത്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ പ്രപഞ്ചത്തിന്റെ അതിർവരമ്പുകളും ദൈർഘ്യം വിവരിച്ചുകൊണ്ട് നിബിധങ്ങൾ പറഞ്ഞു 7-ാം ആകാശത്തിന്റെ മുകളിൽ ഒരു സമുദ്രമുണ്ട്. നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ അനുമാനങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതിലപ്പുറം അള്ളാഹുവിന്റെ ഗൈബിയായ ലോകമാണ്, മലക്കൂത്തിന്റെ ലോകമാണ് ആ വിവരണം നടക്കുന്നത്. മനുഷ്യന്റെ സെൻസുകൾക്ക് ആക്സസിബിലിറ്റി ഇല്ലാത്ത സ്ഥലം, മനുഷ്യന്റെ കാഴ്ചക്കോ ബുദ്ധി കൊണ്ടോ എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥാനം. ആ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു, അതിന്റെ മുകളിൽ സമുദ്രമുണ്ട്. ബൈന അസ്ഫലിഹി വഅലാഹു മസീറത്തു 500 ആം. ആ സമുദ്രത്തിന്റെ വോള്യം 500 കൊല്ലത്തെ വഴിദൂരമാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് 1-ാം ആകാശത്തേക്കുള്ള ദൂരത്തോളം സമാനമായ വോള്യമുള്ള ഒരു സമുദ്രം 7-ാം ആകാശത്തിന്റെ പുറത്തുണ്ട്. അല്ലാഹുവിന്റെ ലോകമാണ്. യഖ്ലുഖു മാ യശാ. വഅർശുല്ലാഹി തആല
ഫൗഖ ദാലിക്, അതിന്റെ മീതെയാണ് അല്ലാഹുവിന്റെ അർശുള്ളത് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ അർശുള്ളത് ആ സമുദ്രത്തിന്റെ മീതെയാണ്. ഏഴാം ആകാശത്തിന്റെ മീതെയുള്ള സമുദ്രലോകം ഒരു സയന്റിസ്റ്റിനും വിവരിക്കാൻ പറ്റാത്തത് അല്ലാഹു നൽകുന്ന ദിവ്യ വെളിപാടിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു തന്നതല്ലാതെ മറ്റൊന്നും ഒരു നിലക്കും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്തത്. സമിഅനാ വസല്ലംനാ സമിഅനാ വആമന്നാ, ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചു എന്നല്ലാതെ സത്യവിശ്വാസിക്ക് മറ്റൊന്നും വിവരിക്കാൻ പറ്റാത്തത്. വഫൗഖ ദാലിക അർശുല്ലാഹ്, അല്ലാഹുവിന്റെ അർശ് കിടക്കുന്നത് ആ സമുദ്രത്തിന്റെ മീതെയാണ്. വമാ യുഖദ്ദിറു ഖദ്റൽ അർശി ഇല്ലല്ലദീ ഖലഖഹ, അർശ് എന്താണ് എന്ന് അതിന്റെ കൃത്യമായ വിവരണം നൽകാൻ കഴിയുന്നത് അർശിനെ പടച്ച അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ലല്ലോ. വല്ലാഹു ജല്ല വഅലാ ഫൗഖൽ അർശ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർശിന്റെ അധികാരിയാണ്, ആ അർശിന്റെ ഉടമസ്ഥനാണ്. വലാ യഖ്ഫാ അലൈഹി ശൈഉൻ മിൻ അഅമാലികും, നിങ്ങൾ ചെയ്യുന്ന ചെറുതോ വലുതോ ആയ ഒരു പ്രവർത്തനവും അല്ലാഹുവിന്റെ കാഴ്ചയിൽ നിന്നും മറയില്ല എന്ന്. ഏഴാകാശങ്ങൾക്ക് പുറത്തെ സമുദ്രത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച അർശ്, അല്ലാഹു തആലാക്ക് ഒരു സ്ഥാനമോ ഒരു സ്ഥലമോ ഒരു ഹയ്യിസ് ഒരു മക്കാൻ ഒരു സമയം അല്ലാഹുവിന് ആവശ്യമില്ല. എങ്കിലും മനുഷ്യരുടെ ശക്തികൾക്ക് മനസ്സിലാകത്തക്ക വിധം അല്ലാഹുവിന്റെ മഹത്വം വിവരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം കാണുകയും എല്ലാം അറിയുകയും ചെയ്ത് അർശിന്റെ മീതെ അതിന്റെ ഉടമസ്ഥനായ അല്ലാഹു അധികാരസ്ഥനായിരിക്കുന്നു. ഇസ്തൗലാ അലൽ അർശ് അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ പീഠമാണ് അർശ്. ആ അധികാരപീഠത്തിൽ എങ്ങനെയാണ് അല്ലാഹുവിന്റെ വിവരണം? അല്ലാഹു ആ അധികാരപീഠത്തിൽ എന്ന് പറയുന്നത് എങ്ങനെ? അൽ ഇസ്തിവാഉ മഅലൂം വൽ കൈഫു വൽ ഇസ്തിവാഉ മഅലൂം വൽ കൈഫു മജ്ഹൂൽ വൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദ്അ. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വിവരണം ഇസ്തിവാഉ മഅലൂം, എങ്ങനെയാണ് ഒരു കസേരയിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നത്, ഒരു വ്യക്തി ഇരിക്കുന്നത് എങ്ങനെ നമുക്കറിയാം. വൽ കൈഫു മജ്ഹൂൽ, എന്നാൽ ഇത് അല്ലാഹുവിനെ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ എങ്ങനെയാണ് അല്ലാഹു അവന്റെ അധികാരത്തിന്റെ സിംബലായ അർശിൽ അല്ലാഹു ഇസ്തിവാ ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ്? വൽ കൈഫു മജ്ഹൂൽ, എങ്ങനെയെന്ന് നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിന്റെ വിവരണം എങ്ങനെ എന്ന് വിശദീകരിക്കുന്നതോ ചോദിക്കുന്നതോ ബിദ്അത്താണെന്നും മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ അധികാരം വിവരിക്കാൻ നിബിധങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ചില വാക്കുകൾ. വഫൗഖ ദാലിക, അതിന്റെ എല്ലാം മേൽ നിന്ന് വലാ യഖ്ഫാ അലൈഹി ശൈഉൻ മിൻ അഅമാലികും, നിങ്ങളുടെ ഒരു പ്രവർത്തനവും അല്ലാഹുവിന് അന്യമല്ല, അറിയാതെ പോകുന്നില്ല. എല്ലാം അല്ലാഹു കാണുന്നുണ്ട് എന്ന് അർശിന്റെ മീതെ നിന്ന് അല്ലാഹു കാണുകയാണെന്ന് വിവരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം മനസ്സിൽ വന്നാൽ, അല്ലാഹുവിന്റെ ഈ മഹത്വം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ വരുന്നൊരു മാറ്റമുണ്ട്. അല്ലാഹുവിനെ പറ്റി ചിന്തിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരാനുണ്ട്. പാപങ്ങൾ ചെറുതെന്ന് പറഞ്ഞ് തള്ളിക്കളയൂല. ഇത്രയും മഹോന്നതനായ അല്ലാഹു ജല്ല ജലാലുവിനെയാണല്ലോ ഞാൻ ധിക്കരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ പാപങ്ങളിൽ ചെറുപാപം എന്ന ഒരു കാറ്റഗറിയെ നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങളുടെ സ്വഹാബികളിൽ 16 വയസ്സുള്ളൊരു ചെറുപ്പക്കാരന്റെ ചരിത്രമുണ്ട്. ثعلبة ابن عبد الرحمن رضي الله تعالى عنه. 16 വയസ്സാണ് പ്രായം. നമ്മുടെ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറി സ്കൂളിലോ പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രായം 16 വയസ്സ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ സന്തത സഹചാരിയായി കൂടിയ സഅലബ 16ാമത്തെ വയസ്സിൽ തന്നെ ലോകത്തോട് വിട പറഞ്ഞു പോയൊരു ടീനേജുകാരനായ സഹാബി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ആരാണ് എന്ന ബോധം മനസ്സിലേക്ക് കയറിയപ്പോഴുണ്ടായ ഒരു പ്രതിഫലനം.
സഅലബ റളിയല്ലാഹു അൻഹുവിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ എന്താവശ്യം വന്നാലും പറഞ്ഞേക്കുന്നത്. സിദ്ദീഖ് എന്നവരെ വിളിക്കണം, സഅലബ ഒന്ന് ചെന്ന് വിളിക്കിൻ, ഉമർ എന്നവരെ വിളിക്കണം, ഒന്ന് ചെന്ന് വിളിക്കിൻ. ആരെ വേണമെങ്കിലും വിളിക്കാൻ പറഞ്ഞേക്കുന്നത് സഅലബ റളിയല്ലാഹു അൻഹുവിനെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യം നിർവഹിക്കാൻ ഈ സഅലബ ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്നു തങ്ങളുടെ ആവശ്യം നിർവഹിക്കാൻ. മദീനയിലാണ് സംഭവം. മദീനക്കാര് താമസിക്കുന്ന അൻസ്വാരികളുടെ വീടിനരികിലൂടെ കടന്നു പോകുമ്പോ ഫൈദാ ബാബും മിൻ അബ്വാബിൽ ബൈത്ത്, ആ വീടിന്റെ വാതിലുകൾപ്പെട്ട ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. സഅലബ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ ഉള്ളിലേക്ക് നോക്കി. ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു വീടിന്റെ വാതില് തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ, ജനല് തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കാണാൻ പാടില്ലാത്തത് എന്തെങ്കിലും അതിന്റെ അകത്ത് കാണും. കാറിന്റെ ഉള്ളിലേക്ക്, വാഹനത്തിന്റെ ഉള്ളിലേക്ക് തിരിച്ചും മറിച്ചും നോക്കുന്നത് ഒരു മനുഷ്യന്റെ സ്വകാര്യതയാണ്. നമ്മൾ എന്തിനു ബ്രേക്ക് ചെയ്യണം? സ്വകാര്യതകളിലേക്ക് എത്തി നോക്കാൻ പാടില്ലല്ലോ. വീടുകളിലേക്ക് എത്തി നോക്കുന്നത്, വാതിലിനിടയിലൂടെ നോക്കുന്നത്. ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി വന്നിട്ട് നബി തങ്ങളുടെ വാതിൽക്കൽ വന്ന് സമ്മതം ചോദിച്ചിരിക്കെ വാതിലിന്റെ 2 പുളികൾക്കിടയിലൂടെ കണ്ണുകൊണ്ട് നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, മിൻ ഹാദാ ജുഅലൽ ഇസ്തിഇദാൻ, നിന്നെ പോലെയുള്ള ആളുകളെ ഇങ്ങനെ എത്തി നോക്കാതിരിക്കാനാണ് വീടുകളിലേക്ക് സമ്മതം ചോദിച്ചു വരണമെന്ന് അല്ലാഹു പറഞ്ഞത്. ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഇനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടുകാരോട് സമ്മതം പറയാതെ, സമ്മതം ചോദിക്കാതെ, സലാം പറയാതെ കടന്നു വരാൻ പാടില്ലെന്ന് അല്ലാഹു നിയമം വെച്ചത് നിന്നെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ എത്തി നോക്കുന്നത് കൊണ്ടാണ്. തങ്ങൾ പറഞ്ഞു, നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് ഒരാൾ കണ്ണുകൊണ്ട് എത്തി നോക്കുകയും ഒരു കല്ലുകൊണ്ടെറിയുകയും ചെയ്ത് അവന്റെ കണ്ണ് പൊട്ടിപ്പോയാൽ ആ പൊട്ടിച്ചവനെതിരിൽ ശിക്ഷ നടപ്പാക്കാൻ പാടില്ലെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? മനുഷ്യന്റെ അഭിമാനം സൂക്ഷിക്കാൻ, മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് അരുതാത്തത് കാണാതിരിക്കാൻ. സഅലബ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, 16 വയസ്സാണ് പ്രായം. നമ്മുടെ നാട്ടിലൊക്കെ ഓടിച്ചാടി നടക്കുന്ന ചെറുപ്പക്കാരന്റെ പ്രായം. അൻസ്വാരികളിൽപ്പെട്ട ഒരു വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം ഏൽപ്പിച്ച് പറഞ്ഞയച്ചതാണ്. ആ വീടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു. നോക്കുമ്പോൾ അവിടെ ഒരു മറയുണ്ട്. ആ മറ ഒരു ബാത്റൂമിന്റെ മറയാണ്. വാതിലുകളില്ലാത്ത കാലം ബാത്റൂമിന്റെ വാതിലിന് പകരം ഒരു തുണി വിരിച്ചിരിക്കുന്നു. ആ തുണി കാണുന്നുണ്ട് സഅലബ. കുറച്ചുനേരം കഴിഞ്ഞപ്പോ കാറ്റടിച്ചപ്പോൾ ആ തുണി ഒരൽപ്പം നീങ്ങിപ്പോയപ്പോൾ അതിന്റെ പിന്നിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കാണുകയും ആ നേരം മഅദല്ലാഹ് ഒരു നോട്ടം, 2 നോട്ടം, ഒരു ചെറുപ്പക്കാരന്റെ ദൗർബല്യം, സ്വാഭാവികമായൊരു പ്രയാസം. 2 തവണയാണ് നോക്കിപ്പോയത്. സഅലബ റളിയല്ലാഹു അൻഹു 16 വയസ്സാണ് പ്രായം. 30, 40, 50 അല്ല, 16 വയസ്സ്. ആ സമയമാണ് അല്ലാഹുവേ ഞാൻ എന്താണ് ചെയ്തത്? പടച്ചവനെ ഞാൻ എന്താണ് ഈ നോക്കിയത്? ഞാൻ ആരെയാണ് ഈ നോക്കിയിരുന്നത്? ആരുടെ ഔറത്താണ് ഞാൻ ഈ കണ്ടത് എന്ന് ഗൗരവത്തിൽ ചിന്തിച്ച് അല്ലാഹുവിന്റെ റസൂൽ അഊദു ബില്ലാഹ് റസൂലുള്ളാഹി യുർസിലുനി ഫീ ഹാജ, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം ചെയ്യാൻ എന്നെ പറഞ്ഞേക്കുന്നു, എന്നിട്ട് ഞാൻ മുസ്ലിമീങ്ങളുടെ ഔറത്ത് നോക്കിയല്ലോ, മുസ്ലിമീങ്ങളുടെ ഔറത്ത് ഞാൻ നോക്കിയല്ലോ. വല്ലാഹി ലയുൻസിലന്നല്ലാഹു ഫിയ ആയാതിൻ, തീർച്ചയായും എന്നെ പരാതി പറഞ്ഞ് എന്നെ ശാസിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നിയമം വരും. ഇവിടെ വിശുദ്ധ ഖുർആൻ അവതരിക്കാൻ പോവുകയാണ്. എന്നെക്കുറിച്ച് അല്ലാഹു ആയത്തിറക്കുമല്ലോ എന്ന് പേടിച്ചു സഅലബ റളിയല്ലാഹു അൻഹു. 7 ആകാശങ്ങൾക്കപ്പുറത്തെ ഒരാകാശത്തിനും
ഒന്നാനാകാശത്തിനും രണ്ടിനും ഇടയിലെ, അല്ലെങ്കിൽ ഭൂമിക്കും ഒന്നാനാകാശത്തിനും ഇടയിൽ അത്രക്കുമേൽ വലുപ്പമുള്ള സമുദ്രലോകം ഏഴാം ആകാശത്ത് പടക്കുകയും അതിന്റെ മീതെ അർശ് സ്ഥാപിക്കുകയും ചെയ്ത അല്ലാഹു ലാ യഖ്ഫാ അലൈഹി ശൈഉൻ മിൻ അഅമാലികും, നിങ്ങൾ ചെയ്യുന്ന ഒന്നുമേ അല്ലാഹു അറിയാതെ പോകുന്നില്ലെന്ന് മുത്തുനബി പഠിപ്പിച്ചത് സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുണ്ട്. ഒരു പെണ്ണിന്റെ ശരീരം അവൾ കുളിച്ചുകൊണ്ടിരിക്കെ ഒരു വസ്ത്രം നീങ്ങിപ്പോയപ്പോൾ, വാതിലായി ഘടിപ്പിച്ച വസ്ത്രം നീങ്ങിപ്പോയപ്പോ കണ്ടുപോയ സഅലബ റളിയല്ലാഹു അൻഹു വിഷമിക്കാൻ തുടങ്ങി, വേദനിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, മിന്നിപ്പൊട്ടാൻ തുടങ്ങി. ഇനി ഞാൻ തിരിച്ചു പോവില്ല, ഇനി ഞാൻ തിരിച്ചു പോവില്ല നബിയുടെ മുമ്പിലേക്ക്. അല്ലാഹു എന്നെ പറ്റി ആയത്തിപ്പോഴേ ഇറക്കി കൊടുത്തു കാണും, നബിയെ അറിയിച്ചു കൊടുത്തു കാണും. ഞാനിനി പോവില്ല, ഞാനിനി പോകുന്നില്ല ഹബീബിന്റെ മുമ്പിലേക്ക്. ഇങ്ങനെയാണ് ഞാൻ ചെല്ലുക, എങ്ങനെ ഞാൻ കടന്നു ചെല്ലും? എന്റെ കണ്ണുകൾ മലിനമായല്ലോ. ചിന്തിച്ചത് 16 വയസ്സുള്ള സഅലബ റളിയല്ലാഹു അൻഹു, വയസ്സ് 16 സന, 16 വയസ്സാണ്, പ്രായപൂർത്തി എത്തിയിട്ടേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് സഅലബ എന്നവരെ കാണാതെയായപ്പോ മഹാനായ സ്വഹാബിമാർ ഉമർ റളിയല്ലാഹു അൻഹുവിനോടും സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോടും, ഉമറേ, സൽമാനെ, സഅലബയെ കാണുന്നില്ലല്ലോ, ഒന്ന് അന്വേഷിച്ചു നോക്കണം. പറഞ്ഞേക്കാൻ ആരാ പറഞ്ഞേക്കുന്നത്? മുതിർന്ന സ്വഹാബിമാരെ, സൽമാൻ ഫാരിസി തങ്ങളെ. ആരെ തേടിയാ പോകുന്നത്? 16 വയസ്സുള്ള ചെറുപ്പക്കാരനെ. ഇവിടങ്ങൾക്ക് സേവനം ചെയ്യുന്ന സഅലബക്ക് എന്തെങ്കിലും പറ്റിയോ? അവർ മദീനയുടെ തെരുവുകളിലൊക്കെ നടന്നു, ഒരുപാട് അന്വേഷിച്ചു, കാണാനില്ല. യാ റസൂലല്ലാഹ്, നബിയേ, ഖദ് ബഹസ്നാ അൻഹു ഫീ തുറുഖാത്തിൽ മദീന, മദീനയുടെ തെരുവുകളിൽ നോക്കി നബിയെ കാണാനില്ല സഅലബയെ. വസ്വാഖിഹാ, മദീനയുടെ സൂഖുകളിൽ, അങ്ങാടികളിൽ അന്വേഷിച്ചു, കാണാനില്ല സഅലബയെ. വമസാരിഇഹാ, മദീനയിലെ തോട്ടങ്ങളിൽ ഞങ്ങൾ അന്വേഷിച്ചു. വബസാതീനിഹാ, അവിടുത്തെ തോപ്പുകളിൽ മുഴുവനും നോക്കി, കാണുന്നില്ല നബിയെ, കാണുന്നില്ല. സഅലബ വന്നേക്കും. ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി സഅലബയെ കാണാതെ വന്നപ്പോ കാരുണ്യമുള്ള റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന്റെ ഗുരു, റഹ്മത്തിന്റെ അർറഹ്മത്തുൽ മുഹ്ദാ ഹബീബ് ചോദിച്ചു ഉമർ എന്നവരോട്, സൽമാൻ എന്നവരോട്, ഉമറേ, സൽമാനെ, ഒന്ന് പോയി നോക്കണം. ഇബ്ഹസാ ഫിൽ ഫൽവാത്ത്, മരുഭൂമിയിലൊന്ന് പോയി നോക്കണം, എവിടെയെങ്കിലും കാണും. മദീനയുടെ തെരുവുകളിലും അങ്ങാടികളിലും തോട്ടങ്ങളിലും സഅലബ ഇല്ലെങ്കിൽ പിന്നെ എവിടെ പോയി? ഒന്ന് അന്വേഷിച്ചു നോക്കണം. ശത്രുക്കൾ വല്ലതും ചെയ്തു കാണുമോ? എന്തു പറ്റി സഅലബക്കെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം ഖൽബിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമാണത്. സഅലബ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചിറങ്ങി. മഹാന്മാരായ സ്വഹാബിമാർ അന്വേഷിച്ച് മക്കയിലേക്ക് പോകുന്ന റൂട്ടിലാണ് പിന്നെ മലകൾ വരുന്നത്. ആ പർവ്വതങ്ങളുള്ള ഭാഗങ്ങളിലൂടെ നടക്കുമ്പോ അറാബികൾ, അവിടുത്തെ ബദുക്കളായ ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സൽമാൻ റളിയല്ലാഹു അൻഹുവിനെയും കാണുമ്പോ ചോദിക്കുന്നു, ഉമറേ, സൽമാനെ, നിങ്ങൾ ആരെയാ നോക്കി നടക്കുന്നത്? ഞങ്ങളൊരു ചെറുപ്പക്കാരനെയാണ് നോക്കുന്നത്, സഅലബ എന്നാണ് പേര്, ഇന്നതൊക്കെയാണ് രൂപം, ഇങ്ങനെയൊക്കെയാണ് ആളിന്റെ അവസ്ഥ. അവര് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഈ മലമുകളിലുണ്ടെന്ന് തോന്നുന്നു. മലമുകളിലോ? മലമുകളിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് അശ്ശാബുൽ ബക്കാ, ഒരിക്കലും മുറിഞ്ഞു പോവാതെ വാവിട്ട് നിലവിളിച്ചു കരയുന്ന ഒരു ചെറുപ്പക്കാരനെയാണോ? കരയുന്ന കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല, കരച്ചിലുണ്ടോ എന്നറിയില്ല. പക്ഷേ ചെറുപ്പക്കാരന്റെ സ്വഭാവങ്ങൾ ഇതാണ്, കണ്ടിട്ടുണ്ടോ? അവർ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ കാണുന്നുണ്ട്. രാത്രിയായാൽ താഴേക്ക് ഇറങ്ങി വരും, താഴ്വാരത്തേക്ക് വരും. ഞങ്ങളുടെ ആടുകളുടെ പാല് ഒരൽപ്പം, ഒരു കപ്പ്, അരക്കപ്പൊക്കെ കുടിക്കും. അത് കുടിച്ചിട്ട് കണ്ണുനീരിൽ കുളിച്ച് കരഞ്ഞ് അല്ലാഹുമ്മ ഗഫിർലി, എനിക്ക് പുറത്തു തരുമോ അല്ലാഹ്, ഗഫറാനക, നീ എന്നോട് പൊറുക്കുമോ, നീ എന്നോട് ക്ഷമിക്കുമോ എന്ന് പറഞ്ഞ് മരുഭൂമിയിലൂടെ ഈ താഴ്വരയും കടന്ന് മലയുടെ മുകളിൽ പോയി പാതിരാ നേരം വരെ വാവിട്ട് കരയുന്നൊരു ചെറുപ്പക്കാരനുണ്ട്.
തങ്ങൾ പറഞ്ഞു, ആ ആള് തന്നെയാവണം സഅലബ. എങ്ങനെ കാണാൻ പറ്റും? പാതിര വരെ കാത്തിരിക്കണം, സൂര്യൻ അസ്തമിക്കുന്നത് വരെ മിനിമം. സൂര്യൻ അസ്തമിച്ചാലാണ് ഇറങ്ങി വരിക. മരിക്കാതിരിക്കാൻ ഒരു കപ്പ് പാല് കുടിക്കും. വൈകുന്നേരം വേറൊരു ഭക്ഷണവുമില്ലാതെ കരച്ചിലോട് കരച്ച്, അല്ലാഹുവേ നീ എന്നെ അപമാനപ്പെടുത്തുമോ? എന്നെ സംബന്ധിച്ച് നീ ആയത്തിറക്കുമോ? നിന്റെ റസൂലിന്റെ കൂട്ടുകാരനായ ഞാൻ, നിന്റെ റസൂലിന്റെ ഖാദിമായ ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തു പോയല്ലോ. എന്ത് തെറ്റ്? നമ്മുടെ ചെറുപ്പക്കാരാ, നമ്മുടെ വീഡിയോ ഗെയിമുകളിൽ, നമ്മുടെ മൊബൈലുകളിൽ, നമ്മുടെ ലാപ്ടോപ്പുകളിൽ, നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ നമ്മൾക്ക് കാണാൻ പാടില്ലാത്തത് എത്ര പിക്ചറുകളോ ഫോട്ടോകളോ മൂവികളോ നമ്മുടെ കൺമുമ്പിലൂടെ വരുമ്പോ, സാരല്ല ഒരു ചിത്രമല്ലേ, അതൊരു ഭാഗമല്ലേ, ഒരു ചെറിയ മൂവിയല്ലേ എന്ന് നിസ്സാരമായി തള്ളുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ അളമത്ത് വതഹ്സബൂനഹു ഹയ്യന വഹുവ ഇൻദല്ലാഹി അസീം. എത്ര നിസ്സാരമാണ് നമുക്കത്, നമ്മുടെ കണ്ണിൽ എത്ര ചെറുതാണത്. അല്ലാഹു എത്ര ഗൗരവത്തിനായിരിക്കും അത് നോക്കുന്നത്. സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് 16 ചെറുപ്പക്കാരനാണ്. ഒരു പെണ്ണ് കുളിക്കുന്നത് കണ്ണുകൊണ്ട് നോക്കിപ്പോയത്, ഔറത്ത് പോലും ഒരു പെണ്ണിന്റെ ശരീരമാണ് കണ്ടത്, ഒരു പെണ്ണിന്റെ ഔറത്താണ് കാണുന്നത്. മിൻ ഔറാത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടേതാണല്ലോ ഞാൻ കണ്ടത്, ഞാൻ കാണാൻ പാടില്ലല്ലോ. മുസ്ലിമിന്റെതോ അമുസ്ലിമിന്റെതോ ഔറത്ത് കാണുന്നത് ഹറാമാണല്ലോ എന്ന് മനസ്സിലാക്കിയ സഅലബ റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് ഇവിടെ ഉറക്കെ നിലവിളിക്കുകയാണ്. താഴേക്ക് ഇറങ്ങി വരുന്നതും കാത്തിരിക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു പാറക്ക് മറവിൽ. സൽമാനുൽ ഫാരിസി തങ്ങൾ മറ്റൊരു പാറക്ക് മറവിൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇറങ്ങി വന്നു. ക്ഷീണിച്ചിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട് സഅലബ. കണ്ണ് വിരണ്ടിരിക്കുന്നു, മുഖത്ത് ക്ഷീണമുണ്ട്, തളർന്നിട്ടുണ്ട്. അവിടെ വന്ന് ആ ആറാബിയുടെ കയ്യിൽ നിന്നൊരു കോപ്പ പാല് കുടിച്ച് കയറാൻ പോകുമ്പോൾ ഓടി വന്നു ഉമർ റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു, എന്നെ ഒഴിവാക്കി തരണേ, നിങ്ങൾ എന്നെ പിടിക്കാൻ വന്നതാണോ? സഅലബ, എത്ര കാലമായി നബി തങ്ങളെ നിങ്ങൾ അന്വേഷിക്കുന്നു? എന്നെ നബി ചോദിക്കുകയോ? നബി എന്നെ ചോദിച്ചോ? അതെ സഅലബ, നിങ്ങൾ വിളിക്കുന്നുണ്ട്. എന്തിന്? എന്നെ അപമാനപ്പെടുത്താനാണോ? അല്ലാഹു എന്നെ സംബന്ധിച്ച് ആയത്തിറക്കിയോ? എന്തായിട്ട് സഅലബ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നും ഞങ്ങൾക്കറിയില്ല, നിങ്ങളെ കാണണമെന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ അപമാനിക്കല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് ഉമർ തങ്ങളോട് സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് യാചിച്ചു പറയുന്ന സഅലബ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ പിടിച്ചു വെച്ചു. നബി തങ്ങൾ നിങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ വരണം. ആ സഅലബയെ പൊക്കി പിടിച്ചെടുത്ത് മദീന വരെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുപോയി കടത്തി. ഒരു തുണിക്കഷ്ണം കിടക്കുന്ന പോലെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നു ചെറുപ്പക്കാരൻ. തേങ്ങലും കരച്ചിലുമായുള്ള രാപ്പകലുകളില്ലാത്ത വേദന. എന്തിനാണ് ഈ വേദനിക്കുന്നത്? ഒരേ ഒരു പാപം. കണ്ണുകൊണ്ട് എത്രയോ തെറ്റുകൾ ഒരു ദിവസം ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ അവസ്ഥ സഅലബയോടൊന്ന് താരതമ്യം ചെയ്തു നോക്കി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനയിലാണ് സംഭവം. സഅലബ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് കടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ വിവരമറിയിച്ചു. നബി തങ്ങൾ വീട്ടിലേക്ക് കയറി വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോ, യാ റസൂലല്ലാഹ്, നബിയേ, അൻസലല്ലാഹു ഫീ ആയാത്ത്, എന്നെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ ആയത്തുകൾ ഇറക്കിയോ നബിയേ? കല്ലാ, ഇല്ല സഅലബ, ഒന്നും ഇറക്കിയിട്ടില്ല. ദക്കറനില്ലാഹു മഅൽ മുനാഫിഖീൻ, കപടവിശ്വാസികളോടൊപ്പം എന്റെ നാമം അല്ലാഹു അങ്ങേക്ക് അറിയിച്ചു തന്നുവോ നബിയേ? എനിക്ക് ഈമാനില്ലെന്ന് അല്ലാഹു പറഞ്ഞുവോ? കല്ലാ, ഇല്ല സഅലബ, ഇല്ല. സഅലബയുടെ ശരീരം, അവരുടെ തലഭാഗം കാലിന്റെ തുടഭാഗത്തേക്ക് നിബിധങ്ങൾ കട്ടിലിരുന്ന് സഅലബയെ തലോടിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരനോട് നിബിധങ്ങൾ കാണിക്കുന്ന സ്നേഹം തലോടിക്കൊണ്ടിരിക്കുകയാണ്. സഅലബ, എന്ത് തോന്നുന്നു നബിയേ? എന്റെ തല നിങ്ങൾ അങ്ങയുടെ മടിയിൽ വെക്കല്ല നബിയേ, അത് മലിനമാണ് നബിയേ. ഇല്ല സഅലബ, എന്ത് മാലിന്യം നബിയെ? എന്റെ തല അങ്ങ് താഴെ വെക്കണം, അങ്ങയുടെ പരിശുദ്ധമായ മടിത്തട്ടിൽ വെക്കാൻ മാത്രം എന്റെ തല ഇല്ല നബിയെ, എന്റെ തല താഴെ വെക്കണം. അല്ലാഹുവിന്റെ റസൂല് അതിന് സമ്മതം കൊടുത്തില്ല. അൻസിൽ റഅസി മിൻ അലാ ഫഖദിക യാ റസൂലല്ലാഹ്, വേണ്ട നബിയെ,
ഞാൻ താഴെ കിടന്നോളാം നബിയെ, നിങ്ങൾ അങ്ങയുടെ മടിയിലേക്ക് എന്റെ തലെടുത്ത് വെക്കരുത്. കല്ലാ, വേണ്ട സഅലബ. ഇത് പറഞ്ഞപ്പോഴേക്കും കരച്ചിലായി, കൂട്ടക്കരച്ചിലായി. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, സഅലബ, യാ സഅലബതു മാ തർജൂ. സഅലബ, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്താണ് തോന്നുന്നത് മോനെ? അർജൂ റഹ്മത റബ്ബി, എന്റെ റബ്ബിന്റെ കാരുണ്യം വേണം നബിയേ, അല്ലാഹുവിന്റെ കാരുണ്യം വേണം നബിയേ. വമിമ്മ തഖാഫ്, എന്താണ് സഅലബ നിങ്ങൾ പേടിക്കുന്നത്? അഖാഫു മിൻ അദാബില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയെ ഞാൻ പേടിക്കുന്നു നബിയേ. വമാദാ തതമന്നാ, സഅലബ നിങ്ങൾക്ക് വല്ല കൊതിയുമുണ്ടോ, ആഗ്രഹം വല്ലതുണ്ടോ? അതമന്നാ മഗ്ഫിറത്തല്ലാഹ്, അല്ലാഹു എനിക്ക് പുറത്തു തരണം, അല്ലാഹു എന്നോട് മാപ്പ് ചെയ്യണം. ഇത് മാത്രമാണ് നബിയേ എന്റെ ആഗ്രഹം. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു കൊടുത്തു. സഅലബ റളിയല്ലാഹു അൻഹു നബിയോട് കഥ പറയുന്നു, യാ റസൂലല്ലാഹി ഇസ്തഗ്ഫിർലി, നബിയേ എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കല്ല ചോദിക്കണമേ. ഹബീബിനോട് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അങ്ങനെക്ക് വേണ്ടി പാപമോചനം ചോദിക്കൂ നബിയേ. യാ റസൂലല്ലാഹി ഇസ്തഗ്ഫിർലി, നബിയേ എനിക്ക് അല്ലാഹു പുറത്തു തരാൻ ചോദിക്കണം നബിയേ. എന്താണ് ഈ ചെയ്ത പാപം? വ്യഭിചാരമാണോ സഹോദരാ? വ്യഭിചാരമാണോ ഇത്? ദിനേന ഒരു ദിവസം എത്ര തവണ എന്നോണം നമ്മുടെ സ്ക്രീനുകളിൽ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്യ പെണ്ണുങ്ങളുടെ ചിത്രം കണ്ടതിന്റെ പേരിലാണോ? മൂവി കണ്ടതിന്റെ പേരിലാണോ? ആഭാസം കണ്ടതിന്റെ പേരിലാണോ? ഒരു നേരത്തെ ഒരു സമയത്ത് കാറ്റടിച്ചപ്പോൾ കണ്ടുപോയ ആ ഒരു നോട്ടം, ഒരു നോട്ടമോ രണ്ട് നോട്ടമോ ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ടതിന്റെ പേരിൽ എന്റെ നിബിധങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ സഹചാരിയായ ഖാദിമായ ഞാൻ ഇത് ചെയ്ത് ശരിയായില്ലല്ലോ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? എനിക്ക് അല്ലാഹു മാപ്പ് തരുമോ? യാ റസൂലല്ലാഹി ഇസ്തഗ്ഫിർലി, എനിക്ക് വേണ്ടി പൊറുക്കല്ല ചോദിക്കൂ നബിയേ, അല്ലാഹുവിനോട് പുറത്തു തരാൻ പറയൂ. യാ റസൂലല്ലാഹി ഇസ്തഗ്ഫിർലി, 3 തവണയാണ് പറഞ്ഞത്. നബിയേ എനിക്ക് പുറത്തു തരാൻ അങ്ങ് ദുആ ചെയ്യണം. 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുവേ സഅലബക്ക് പുറത്തു കൊടുക്കണമേ, ആകാശത്ത് നിന്ന് നിന്റെ റഹ്മത്തുകൾ സഅലബക്ക് ഇറക്കി കൊടുക്കണമേ. സഅലബ റളിയല്ലാഹു അൻഹു പടക്കുന്നു, നബിയുടെ മടിയിൽ കിടന്നൊരു പടക്കൽ, എന്തെന്നില്ലാത്ത പടക്കൽ. യാ റസൂലല്ലാഹ്, നബിയേ വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി അശ്ഉറു ബിദബീബിൻ കദബീബിൻ നംലി യദിബ്ബു ബൈന ലഹ്മി വഅദ്മി, നബിയേ എന്തോ ഒരു ഉറുമ്പരിക്കുന്ന പോലെ, എന്റെ മാംസത്തിന്റെയും എല്ലിന്റെയും ഇടയിൽ ഒരു ഉറുമ്പരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് നബിയേ. എനിക്കെന്തോ ഒരു തോന്നൽ വരുന്നു, എന്റെ മാംസത്തിനിടയിലൂടെ എന്തോ അരിക്കുന്ന പോലെ, ചലിക്കുന്ന പോലെ. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഅലബ? അങ്ങനെ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ട് നബിയേ. എങ്കിൽ സഅലബ അത് മരണമാണ്. സഅലബ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത് മരണമാണ്. ഖദ് നസല ബിക്, നിങ്ങളുടെ മരണം ആസന്നമായതാണത്. നിങ്ങളുടെ മാംസത്തിനും എല്ലിനും ഇടയിലൂടെ തോന്നുന്ന ഉറുമ്പരിക്കുന്ന പോലെയുള്ള ചലനം മരണത്തിന്റെ ലക്ഷണമാണ് സഅലബ. ഫതശഹദ്, അതുകൊണ്ട് പറഞ്ഞേക്കണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് ചൊല്ലണം സഅലബ. ദാകൽ മൗത്ത് ഖദ് നസല ബിക് വഖാനത ജിൽദക വഅളമക ഫതശഹദ്, മരണമാണ് നിങ്ങളുടെ മാംസവും നിങ്ങളുടെ മജ്ജയും എല്ലും ഒരുപോലെ വിറപ്പിച്ചുകൊണ്ട് വരുന്നത് മരണത്തിന്റെ ലക്ഷണമാണ്. സഅലബ ചൊല്ലിക്കോളൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞു കൊടുക്കുന്നത് ലോകത്തിന്റെ ഗുരു, നബിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സഅലബ ചെയ്തുപോയ പാപം ഒന്നേ ഒന്ന് മാത്രം. എന്റെ മുഅ്മിനേ, ഉലൈക അല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്, ഇവരാണ് സന്മാർഗം കിട്ടിപ്പോയവർ. ആ മാർഗത്തിലേക്ക് ചേരാനാണ് അല്ലാഹു നമ്മളോട് പറയുന്നത്. സഅലബ ലോകത്തോട് വിട പറയാൻ പോകുന്നു. 16 വയസ്സുകാരൻ മരണത്തിന്റെ 2 വിറക്കൽ വിറച്ചു നബിയുടെ മുമ്പിൽ. ആത്മാവ് അതിന്റെ സൃഷ്ടാവിലേക്ക് കടന്നു പോവുകയാണ്. കണ്ണുകൾ അനുഗമിച്ചു.
ക്ഷീണിച്ചു. മരണം സംഭവിച്ച് റൂഹ് പിടിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ആത്മാവ് പോകുന്ന ആ ഒരു മാർഗം നോക്കി നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു. സാലബയുടെ കണ്ണുകൾ അടച്ചു കൊടുത്തു നബി തങ്ങൾ. സാലബയെ കുളിപ്പിക്കുകയാണ്, കഫംപുട ധരിപ്പിക്കുന്നു. ക്ഷീണിച്ചു പോയൊരു ശരീരം ഇനി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നു. നബി തങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു കൊടുത്തതിന്റെ ശേഷം കഫൻ ചെയ്തിരിക്കുന്നു. സാലബക്ക് വേണ്ടി ജനാസ നിസ്കാരവും നടന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബും കൂട്ടാളികളും ഈ മദീനക്കാരനായ ചെറുപ്പക്കാരനായ സ്വഹാബിയെ, 16കാരനായ സ്വഹാബിയെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനാസയുടെ പിന്നിലാണ് നടക്കുന്നത്. നിബിതങ്ങൾക്ക് നടക്കാൻ വഴി കൊടുത്തിട്ടുണ്ട് ആളുകൾ. എന്നിട്ട് പോലും നിബിതങ്ങൾ തള്ള വിരലിൽ ചവിട്ടി ഇങ്ങനെ നടക്കുന്നത് സ്വഹാബത്ത് കണ്ടപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, തംശി അലാ അത്റാഫി ഖദമിക്, അങ്ങ് കാലിന്റെ വിരലിലാണല്ലോ നടന്നത്. വന്നാസ് ഖദ ഔസഉ ലക്, നിങ്ങൾക്ക് നടക്കാൻ ആളുകൾ സൗകര്യം ചെയ്തിരിക്കെ എന്നിട്ടും എന്താണ് നബിയേ അങ്ങ് കാലിന്റെ വിരലുകൾ ചവിട്ടി നടന്നത് എന്ന് ചോദിച്ചപ്പോ, വൈഹക യാ ഉമർ, ഉമറേ, വൈഹക യാ ഉമർ, ഉമറേ, നിങ്ങൾ കണ്ടറിയാം, വല്ലാഹി ലാ അജിദു ലിഖദമി മൗദിഅ മിൻ കസറതി മാ യുസാഹിമുനി അലൈഹി മിനൽ മലായിക. അല്ലാഹുവിന്റെ മാലാഖമാർ, അല്ലാഹുവിന്റെ മലക്കുകൾ സാലബയുടെ ജനാസ പിടിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂടുമ്പോ എന്റെ വിരല് വെക്കാനുള്ള സ്ഥലം പോലും ഞാൻ അവിടെ കണ്ടില്ല ഉമറേ. സാലബയുടെ ജനാസ അനുഗമിച്ച മാലാഖമാരുടെ ആ മാലാഖമാരുടെ വർദ്ധനവ് കാരണം അവര് ധാരാളം ഇറങ്ങി വന്നതുകൊണ്ടാണ് എനിക്കെന്റെ തള്ളവിരലിൽ നടക്കേണ്ടി വന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറുപ്പക്കാരൻ കടന്നുപോയ വഴി, ഒരു പാപം മരണത്തിലേക്ക് എത്തിച്ച വഴി, ഒരു നോട്ടം കൊണ്ട് വിറച്ചുപോയ പേടിച്ചുപോയ ഒരു സ്വഹാബി. തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. പാപികളായ ആളുകൾക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ അല്ലാഹു സമയം നൽകി.